എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് ഭയങ്കര ഈ ജെൻഡർ ഇക്വാളിറ്റി സൂക്ഷിക്കുന്ന പാർട്ടിയാണ്, ഭയങ്കര ജെൻഡർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ്. ഒരു നേതാവിൻ്റെ മകനാദ്യം പോയി നോക്കൂ, അടുത്ത് പോയത് മകളാണ്. എന്തൊരു ജെൻഡർ ഇക്വാളിറ്റിയാണ്. ആദ്യം പോയത് കോൺഗ്രസ് കേരളത്തിൽ കെട്ടിപ്പടുത്ത ഒരു നേതാവിൻ്റെ മകൻ പോയി, അപ്പോൾ പിന്നെ രണ്ടാമതും മോനെ വിട്ടാൽ അത് ജെൻഡർ ഇക്വാളിറ്റി ആവില്ല, പിന്നെ മോള് പോയിട്ടുണ്ട്. പിന്നെ അടുത്ത ഊഴം ആരുടെയോ മകനാണ്. ഇല്ലല്ലോ, അതങ്ങനെ ഞങ്ങൾക്കെതിരെ കേസില്ല എന്ന് പറയുന്നത് പ്രശാന്ത്, ഇത് ജനറലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണിത്. ഞങ്ങളെ സമരം ചെയ്താൽ ഞങ്ങൾക്കെതിരെ കേസ് വരില്ലേ? ഞങ്ങൾ അക്രമം നടത്തിയാൽ കേസ് വരില്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഇന്ന കാര്യത്തിൽ ഒരേ കാര്യം SFI ചെയ്തു, അല്ലെങ്കിൽ ഒരേ കാര്യം DYFI ചെയ്തു, ഒരേ കാര്യം കോൺഗ്രസ് ചെയ്തു, കേസില്ല എന്ന് പറയട്ടെ. അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് അങ്ങനെ അത് സാധ്യമാണോ? വെറുതെ അങ്ങ് പറയലാണ്. അതെന്താണെന്നറിയാമോ? കാതലായ രാഷ്ട്രീയ ചോദ്യങ്ങളോട് ഉത്തരം പറയാൻ പറ്റാതെ വരുമ്പോഴാണ്. എന്താ രാജ്യം കാണുന്നത്? എന്താ ഇന്നലെ കാണാനല്ലേ നമ്മുടെ പത്തനംതിട്ടയിലെ BJPയുടെ സ്ഥാനാർത്ഥി ആ കാവിക്കൊടിയെല്ലാം പറപ്പിച്ചുള്ള ഡാൻസില്ലേ, DJ ഡാൻസ്? അത് കണ്ടിട്ട് കോൺഗ്രസിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമുന്നതനായ നേതാവിന് രോമം എണീറ്റിരുന്നിട്ടുണ്ടാവുമല്ലോ മോൻ്റെ ഡാൻസ്. നിങ്ങൾ കണ്ടില്ലേ? അത് BJPയുടെ സ്ഥാനാർത്ഥി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ മകൻ്റെ അമ്മയും അച്ഛനും എത്ര കൃതാർത്ഥരായിട്ടുണ്ടാകും. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് ഭയങ്കര ഈ ജെൻഡർ ഇക്വാളിറ്റി സൂക്ഷിക്കുന്ന പാർട്ടിയാണ്, ഭയങ്കര ജെൻഡർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ്. ഒരു നേതാവിൻ്റെ മകനാദ്യം പോയി നോക്കൂ, അടുത്ത് പോയത് മകളാണ്. എന്തൊരു ജെൻഡർ ഇക്വാളിറ്റിയാണ്. ആദ്യം പോയത് കോൺഗ്രസ് കേരളത്തിൽ കെട്ടിപ്പടുത്ത ഒരു നേതാവിൻ്റെ മകൻ പോയി, അപ്പോൾ പിന്നെ രണ്ടാമതും മോനെ വിട്ടാൽ അത് ജെൻഡർ ഇക്വാളിറ്റി ആവില്ല, പിന്നെ മോള് പോയിട്ടുണ്ട്. പിന്നെ അടുത്ത ഊഴം ആരുടെയോ മകനാണ്. അങ്ങനെ മുഖം വികൃതമായി നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിൽ, മതനിരപേക്ഷതയുടെ മുഖം. ആ കോൺഗ്രസ്സാണ് ഈ പറയുന്ന കാര്യമൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ പറയുന്നത്. ഞങ്ങൾക്കിതിലെല്ലാം കൃത്യമായ നിലപാടുണ്ട്.